മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിൽ കഴിയുമ്പോഴും ഭരണനിർവഹണം തുടർന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജലവിഭവ വകുപ്പുമായി ബന്ധപ്പെട്ട നിർദ്ദേശമാണ് മുഖ്യമന്ത്രി കൈമാറിയത്. കെജ്രിവാൾ കസ്റ്റഡിയിൽ തുടരുന്ന സാഹചര്യത്തിൽ ഡൽഹിയിൽ ആം ആദ്മി നിർണായക യോഗം ചേർന്നു. देखिए, मुख्यमंत्री के तौर पर अरविंद केजरीवाल जी लगातार मंत्रियों के कामों का रिव्यू करते हैं, उनको आदेश देते हैं. हमें कभी सुबह फ़ोन पे कॉल करते थे, कभी व्हाट्सएप पे आदेश देते थे. हर विभाग के काम पर वो एक क्लोज सुपरविजन हमेशा बतौर मुख्यमंत्री रखते आए, क्योंकि अब वो केंद्र सरकार की हिरासत में है. वहाँ से भी उन्होंने पूरी निगरानी रखी हुई है. और क्योंकि पानी की समस्या गर्मियों में एक बड़ी समस्या हो सकती है. അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഈ മാസം 31 ഡൽഹിയിൽ പ്രതിഷേധ റാലി സംഘടിപ്പിക്കുമെന്ന് ഇന്ത്യ സഖ്യ നേതാക്കൾ അറിയിച്ചു. जब से अरविंद केजरीवाल जी की गिरफ्तारी हुई है, न सिर्फ आम लोग बल्कि पूरा विपक्ष एकजुट होकर के इस तानाशाही के खिलाफ खड़ा हुआ है. दिल्ली की सड़कों पर, देश की राजधानियों में, अलग अलग हिस्सों में लगातार विरोध प्रदर्शन हो रहे हैं और ये आंदोलन आगामी दिनों में और तेज होगा. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, കെജ്രിവാൾ രാജിവെക്കണമെന്നുള്ള ആവശ്യം BJP ശക്തമാക്കുന്നതിനിടയിലാണ് നിർണായകമായ നീക്കങ്ങൾ കെജ്രിവാളിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ED കസ്റ്റഡിയിലിരിക്കെ ഭരണനിർവഹണം തുടരുന്നു. ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെ പിന്തുണ അത് കൂടുതൽ വ്യക്തമാവുന്ന തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് ഇന്ത്യ സഖ്യം കടക്കാൻ പോകുന്നു. ഈ മാസം 31 ഡൽഹിയിൽ പ്രതിഷേധ റാലി നടത്താൻ പോകുന്നു. വിശദാംശങ്ങൾ എങ്ങനെയാണ് ബൽറാം നെടുങ്ങാടി? റിജിത്ത്, അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ തന്നെ കെജ്രിവാളിന്റെ രാജി ആവശ്യം BJP നേതൃത്വം ശക്തമാക്കിയിട്ടുണ്ട്. BJPയുടെ മുഖ്യമന്ത്രിമാർ ഒന്നടക്കം മുഖ്യമന്ത്രിയായിരിക്കെ ജയിലിൽ കഴിയുന്നത് ഉചിതമല്ല എന്ന പ്രതികരണം നടത്തിയിരിക്കുന്നു. ജയിലിലിരുന്ന് ഭരിക്കാനാകില്ല എന്നും അത്തരത്തിൽ ഭരിക്കാനും ജനാധിപത്യത്തെ ജയിലിലടയ്ക്കാനും സമ്മതിക്കില്ല എന്നുമാണ് BJP നേതാക്കൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ജയിലിലിരുന്നും ഭരണം നിർവഹിക്കാൻ തനിക്ക് കഴിയും എന്ന് തെളിയിക്കുന്ന തരത്തിൽ കെജ്രിവാൾ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിൽ ഇരുന്നു കൊണ്ട് ആദ്യ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഡൽഹിയിലെ ജലവിഭവ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവാണ്. ഒരു കുറിപ്പിലൂടെയാണ് ഈ ഉത്തരവ് മുഖ്യമന്ത്രി കെജ്രിവാൾ ഇറക്കിയിരിക്കുന്നത്. ഈ കുറിപ്പ് വാർത്താ സമ്മേളനത്തിൽ മന്ത്രി അതിഷി പരസ്യപ്പെടുത്തി. കൂടാതെ എവിടെയായിരുന്നാലും ഡൽഹിയിലെ ജനങ്ങൾക്കൊപ്പം കെജ്രിവാൾ ഉണ്ടാകുമെന്നും അതിഷി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഈ കെജ്രിവാൾ ജയിലിലായ പശ്ചാത്തലത്തിൽ തുടർ ഭരണനിർവഹണം, ഒപ്പം തന്നെ പ്രതിഷേധ പരിപാടികൾ എന്നിവ ആസൂത്രണം ചെയ്യുന്നതിനായി ഡൽഹിയിലെ ഒരു ഉന്നതതല യോഗം ആം ആദ്മി നേതാവ് സന്ദീപ് പഥക്കിന്റെ നേതൃത്വത്തിൽ ചേർന്നു. ഈ യോഗത്തിൽ ആം ആദ്മി പാർട്ടിയുടെ MLA മാർ, കൗൺസിലർമാർ, പ്രധാന നേതാക്കൾ എല്ലാവരും തന്നെ പങ്കെടുത്തു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ദേശീയ തലത്തിലുള്ള പ്രതിഷേധ പരിപാടി സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ആം ആദ്മി നേതാക്കളുടെ നേതൃത്വത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യ മുന്നണി പ്രഖ്യാപിച്ചത്. ഗോപാൽ റായ്, അതിഷി അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്ത വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അരവിന്ദർ ലൗലിയും പങ്കെടുത്തു. ഈ മാസം 31 ഡൽഹിയിലെ രാംലീല മൈതാനത്ത് ഈ ഇന്ത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികളുടെയും നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വൻ പ്രതിഷേധം നടത്തും എന്ന പ്രഖ്യാപനമാണ് ഇന്ത്യ മുന്നണി നടത്തിയിരിക്കുന്നത്. ഇത് കെജ്രിവാളിന്റെ മാത്രം വിഷയമായല്ല, മറിച്ച് മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളെയും ജയിലിലടയ്ക്കാൻ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് BJPയുടെ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു എന്നത് ഉയർത്തിക്കാട്ടി പ്രചരണം നടത്താൻ കൂടി ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധ പരിപാടി ഇന്ത്യ മുന്നണി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുക.